സഹിക്കാൻ പോലും കഴിയാത്ത വിധം കാർഷിക രംഗത്തിന്റെ താളവേഗ ക്രമങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താല്പര്യങ്ങളിലെ പകച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനകാലത്തെ മാറ്റങ്ങളെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഗൃഹാതരമായ സങ്കടപ്പെടലുകൾ അതെല്ലാം ഇന്നത്തെ കാലത്ത് കേൾക്കുവാൻ പോലും ആർക്കും നേരമുണ്ടാകുകയില്ല. മഹാത്മാഗാന്ധിയുടെ കാലത്തെ പത്രങ്ങൾ, അന്നത്തെ ആശ്രമധർമ്മം, അന്നത്തെ ഹരിജനിലെ ഗാന്ധിജിയുടെ എഴുത്തുകൾ, മുഖപ്രസംഗങ്ങൾ, കുറിപ്പുകൾ അതൊക്കെ നമ്മൾ ഓർക്കാൻ നല്ലതാണ്. നമ്മൾ കടന്നു വന്ന വലിയ തെറ്റുള്ള പാഠങ്ങൾ കൈമാറാൻ അവർക്കെല്ലാം കഴിഞ്ഞേക്കും. പക്ഷേ ചിത്രം ഇന്ന് എത്രയോ മാറിക്കഴിഞ്ഞിരിക്കും. ഇതൊരു ഗൗരവമുള്ള പ്രശ്നമായി നമുക്കെല്ലാവർക്കും ബോധ്യമാണ്. പരിഹാരത്തിന്റെ ഒരു ഉൾപ്പെടെയായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. എന്റെ കീശയിൽ അത്തരമൊരു പ്രിസ്ക്രിപ്ഷൻ ഇല്ല. പക്ഷേ ഇതിന്റെ ഫലമായി സത്യം പലപ്പോഴും മുറിവേൽക്കപ്പെടുന്നുണ്ട്. സത്യത്തിൻ്റെതായ എല്ലാ സങ്കല്പങ്ങൾക്കും പലപ്പോഴും ദൗർബല്യമുണ്ടാകുന്നുണ്ട്. അവകാശപ്പെട്ട, കേൾക്കുന്നവരും വായിക്കുന്ന അവകാശപ്പെട്ട യഥാർത്ഥമായ ന്യൂസ് അത് പലപ്പോഴും എത്തിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് അനുവാചകന്റെ, ശ്രോതാവിന്റെ, പ്രേക്ഷകന്റെ സത്യമറിയാൻ വേണ്ടിയുള്ള അവകാശം അതിന്റെ ഫലമായി ഈ പറയുന്ന ഒരുപാട് ടെക്നിക്കൽ എക്സാംഷൻ എല്ലാം ഉണ്ടാകുമ്പോഴും ടെക്നോളജിയുടെയും ഐടിയുടെയും എല്ലാം പുതിയ വികാസങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴും റൈറ്റ് ടു നോ ദ ട്രൂത്ത്, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ മാത്രമല്ല, ഇൻഫർമേഷൻ ഇൻ ദ ട്രൂ സെൻസ് അത് ലഭിക്കുന്നതിനുള്ള മനുഷ്യന്റെ അവകാശങ്ങൾക്ക് പോലും ഇന്നിവിടെ പലപ്പോഴും അംഗീകാരമോ അവകാശപ്പെട്ട സ്ഥാനമോ ലഭിക്കാതെ പോകുന്നില്ലേ? അതിനെപ്പറ്റി മനുഷ്യൻ ആശങ്കപ്പെടുന്നു, ആശങ്കപ്പെടാൻ ഇറങ്ങിയിട്ടുണ്ടോ? ചിന്തിക്കാൻ നേരം